ഞങ്ങൾ സിനിമാക്കാർക്ക് എന്താ കുഴപ്പം? കുഴപ്പമെന്ന് പറയാന് ഇപ്പൊ എനിക്ക് കഴിയൂല, കാരണം അത്ര കണ്ട് നിങ്ങളെ കുഴപ്പങ്ങള്. ഇപ്പൊ ഭൂമിയിലുള്ള നമ്മുടെ അമ്മയുടെ മെമ്പേഴ്സിന് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇപ്പൊ എയറില് അമ്മയുടെ മെമ്പേഴ്സ് എല്ലാവരും എയറിൽ നിൽക്കുകയാണ്. ജോത്സ്യനാണോ? എന്തായാലും നമുക്കതൊന്ന് മാറ്റിയെടുക്കണം. ബൈ ബൈ, ടാറ്റ, ഗുഡ് ബൈ. മുകേഷ് അടക്കമുള്ള 4 സിനിമാ താരങ്ങൾക്കെതിരെ ഗുരുതര ആരോപണവുമായി നടി മിനു മുനീർ. എന്താ കാര്യം? എടാ അവൾ എന്താ പറഞ്ഞെന്ന്? അവൾ എന്നെ കൊലയ്ക്ക് കൊടുക്കൂടാ. കലണ്ടർ എന്ന സിനിമയിലാണ് മുകേഷ് ഏട്ടനെ പരിചയപ്പെടുന്നത്. അപ്പം മുകേഷ് ഏട്ടൻ പറഞ്ഞു എനിക്ക് പിന്നെ ഫ്ലാറ്റുണ്ട് വൈറ്റില, അത് വൈറ്റില കാക്കനാട്, അങ്ങനെ ഓർക്കുന്നില്ല, ഫ്ലാറ്റിൽ വരണം, എനിക്ക് താല്പര്യമാണ്, എന്തുവാന്ന് വന്നാണെന്ന്. എന്റെ അമ്മയെ നാട്ടിച്ച് ഇന്നെന്താണത്? ഇനിയിപ്പൊ പേടിച്ചിട്ട് എന്താടാ കാര്യം? അതിന് ചെറിയ പരിപാടികളൊക്കെ ഉണ്ടല്ലോ, ഗവനിക്കേണ്ടവരെയൊക്കെ ഗവനിക്കണം, മനസ്സിലായോ എന്നൊക്കെ പറഞ്ഞു പുള്ളിക്കാരൻ എന്നെ ഇങ്ങനെ പിടിച്ചു. ഞാൻ പറഞ്ഞു പ്ലീസ് പ്ലീസ്. ഞാനങ്ങനെ ഇവിടെ വന്നു, ആരാ എന്നെ പൊക്കിയെടുത്ത് ഇവിടെ കൊണ്ട് കിടത്തിയത്? നീയാണോ? മതി, അഭിനയിച്ചതും പച്ചപ്പാവം ചമഞ്ഞതൊക്കെ ചതിയനാണ് നീ. അതെപ്പോ? അതൊക്കെ ഉണ്ട് കല്യാണത്തിന് മുമ്പാ. ഞാൻ വിചാരിക്കാതെ ഒരുത്തർക്കും മലയാള സിനിമയിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നീ ആർക്കും കൊടുക്കത്തില്ലല്ലോ. എനിക്കറിയാമല്ലോ നീ ആ സ്പിരിറ്റിലെ എടുക്കത്തുള്ളന്ന്. കണ്ടോടാ, ഇത്രയേ ഉള്ളു കാര്യം. അവൾ അങ്ങനെ ഒന്നും ഒഴിഞ്ഞു പോവില്ല മത്തായി ചേട്ടാ, ഇവനെയും കൊണ്ടേ അവള് പോവും. ഈ ഒരു പൊട്ടിത്തെറി പ്രതീക്ഷിച്ചത് കൊണ്ടാണ് വിത്ത് എവിഡൻസുമായി ഞാൻ വന്നിരിക്കുന്നത്. ഇത് കണ്ടോ, ഈ മാസ്റ്റർ കാസറ്റിലുണ്ട് എല്ലാം. എന്തായിരുന്നു ആട്ടവും പാട്ടവും ഒക്കെ. ഇവിടെ ഒരു അടിച്ചു കയറി വാന്ന് പറയുന്ന ഒരു കമന്റ്, ഒരു ഡയലോഗ് ഈ ഇടയ്ക്ക് ഭയങ്കര ഫേമസ് ആയി റൺ ചെയ്തുകൊണ്ടിരുന്നു. അത് അഭിനയിച്ച ഒരു ആക്ടർ, അയാള് എല്ലാരും അടിച്ചു കയറി വാ, ഗോഡ്സ് ഓൺ കൺട്രി അല്ലേ, സായിപ്പന്മാരും മദാമ്മമാരും അങ്ങനെ അടിച്ചു കയറി വരട്ടെ. ആളെന്നെ വിളിച്ചിട്ട് അയാൾ ചോദിച്ച വാക്കുകളാണ്, നിങ്ങൾക്ക് സെക്സ് ചെയ്യാൻ താല്പര്യമുണ്ടോ, സെക്സ് നിങ്ങൾക്ക് ഇഷ്ടമാണോ, നിങ്ങൾക്ക് എന്താണ് ഇഷ്ടപ്പെട്ട പൊസിഷൻ, ഇതൊക്കെയാണ് അയാൾ ചോദിച്ചത്. ആയുസ് തീർന്നിട്ട് ആർത്തി തീർന്നില്ലേ? എന്തൊരു ഒലിപ്പ്. പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ? ബോറൻ, ആഭാസൻ, ബ്ലഡി ഫൂൾ. എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ എന്താ പറ, എനിക്കറിയില്ല. വേഗം സ്ഥലം വിടുന്ന ബുദ്ധി. ഐ ആം സോറി മണിയണ്ട, ഐ ആം റിയലി സോറി, ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. ഞാൻ ഇങ്ങനെയൊക്കെയാ. സെക്രട്ടേറിയറ്റിലെ ടോയ്ലറ്റിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും പുറകിൽ നിന്ന് ഒരാൾ പെട്ടെന്ന് കയറി അവൻ കെട്ടിപ്പിടിച്ച്, ഞാൻ തിരിഞ്ഞു നോക്കിയും ഉടനെ നമ്മുടെ ലിപ്സിലോട്ട് കിസ്സുകയും ചെയ്തു ജയസൂര്യ. തിരിഞ്ഞിങ്ങനെ നോക്കിയപ്പോഴത്തേക്കും എൻ്റെ ചുണ്ടിലോട്ട് അമർത്തി ചുംബിച്ചു പുള്ളിക്കാരൻ. അതൊരിക്കലും അത് ശരിയായില്ല. ഞാൻ പിന്നെ പെട്ടെന്ന് പിടിവിട്ടിട്ട് ഓടിപ്പോരാ. ഞാൻ 8 പെൺകുട്ടികളുടെ ചാരിത്രം നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, അതിൽ 4 വിജയിച്ചിട്ടുണ്ട്, 2 ഇപ്പൊ ഗർഭിണികളാണ്. ഞാനിങ്ങനെ നോക്കിയപ്പോൾ പറഞ്ഞു, എനിക്ക് ട്രിവാൻഡ്രത്ത് ഫ്ലാറ്റ് ഉണ്ട്, എനിക്ക് മിന്നുവിന് ഇൻട്രസ്റ്റഡ് ആണ്, താല്പര്യമാണെങ്കിൽ നമുക്ക് അവിടെ കളാം. നീ എന്തൊക്കെയാ പറയണേ? അതുപോലെ തന്നെ അതേ സിനിമയിൽ തന്നെയാണ് ഇടവേള ബാബുവിൻ്റെ ഒരു ഇതുണ്ടായത്. ഇടവേള ബാബു പറഞ്ഞു, എന്നെ വന്ന് പരിചയപ്പെട്ടു, ആദ്യത്തെ സിനിമയല്ലേ, എന്നിട്ട് പറഞ്ഞു എൻ്റെ കൂടെ നിൽക്കാമെങ്കിൽ പല നേട്ടങ്ങളുണ്ടാവും, മിനു പാട്ട്. ഇത് തന്നെയാണ് എൻ്റെ ഫോർമുല. ആ എല്ലാവരെയും അതുപോലെ കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ ഈ അമ്മയിൽ ചേരാൻ വേണ്ടി ഞാൻ ഇടവേള ബാബുവിനെ സമീപിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഫ്ലാറ്റിലോട്ട് പോകാം, ഞാൻ ഫോം തരാമെന്ന് പറഞ്ഞു. ഞാൻ വളരെ സന്തോഷത്തോടെ ഫ്ലാറ്റിൽ ചെന്നു. ഫോം ഫില്ല് ചെയ്തുകൊണ്ടെങ്കിൽ പുള്ളിക്കാരനും എന്നെ കയറി അബ്യൂസായിട്ട് എന്നെ കയറി കെട്ടിപ്പിടിച്ച് ഇവിടെ കടത്തിൽ പുള്ളിക്കാരൻ കിസ് ചെയ്തു. അപ്പോഴും പിന്നെ ഞാൻ കാശിനെ വിളിച്ചറിഞ്ഞു. അയ്യേ, ആലോചിക്കും തോറും നാണിച്ച് തൊലി പൊളിയുന്നു. അതിനുശേഷം പിന്നെ കലണ്ടറിലാണ് മണിയമ്പള രാജേട്ടനെ പരിചയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടായിരുന്നു മണിയമ്പള രാജേട്ടൻ്റെ. അപ്പോൾ അവിടെയും പുള്ളിക്കാരന് പെണ്ണുങ്ങളെ ചുറ്റിപ്പറ്റി നടക്കാന്ന് വെച്ചാൽ എനിക്ക് ചുറ്റാൻ പറ്റിയൊന്നും വേണ്ട. പിന്നെ എടാ എനിക്ക് ഒരു ടച്ച്, ഒരേ ഒരു ടച്ച്. ഹസ്ബൻഡ് അവിടെ ഗൾഫിലാണ്. എങ്ങനെയാ കാര്യങ്ങളൊക്കെ പോകുന്നു, ഹസ്ബൻഡുകളെ എങ്ങനെയാ ജീവിക്കുന്നത്, ബുദ്ധിമുട്ടാവത്തില്ല. അപ്പൊ കാര്യങ്ങളൊക്കെ നടക്കണു. ചോറും കറിയൊക്കെ ആരാ വച്ചായിരുന്നു? അതാണോ ഉദ്ദേശിച്ചത്? പറഞ്ഞു, ഞാനിന്ന് റൂമിൽ വരും കേട്ടോ. അമ്മയോ അങ്ങനെ പറഞ്ഞു പറ്റത്തില്ല, ഞാൻ ഇന്ന് റൂമിൽ വരും. ഞാൻ പറഞ്ഞു വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. തീരെ തരംതാണവരെ അങ്ങനെയൊക്കെ ചെയ്യൂ. പുറത്തു മാഞ്ഞ് ഉള്ളി തനി ആഭാസൻ. ഇപ്പൊ അമ്മയിൽ എനിക്ക് മെമ്പർഷിപ്പ് ഞാൻ ചോദിച്ചു. അപ്പൊ അവർക്ക് അത്രയും പേർക്ക് ഞാൻ ബെഡ് ഷെയർ ചെയ്താലേ എനിക്ക് അമ്മ മെമ്പർഷിപ്പ് എനിക്ക് തരുള്ളൂ എന്ന് അവർ പറഞ്ഞു. സത്യം എന്താണെന്ന് അവരറിയട്ടെ. നിങ്ങൾ ചെയ്ത വൃത്തിയുടെകളൊക്കെ ഇവിടെ എല്ലാവരും അറിയട്ടെ. അതിന് ഞാൻ എന്ത് വൃത്തിയേടിയതെന്നാ അങ്ങനെ പറയുന്നത് മുകേഷ്. കുഴപ്പമായി എന്നാ തോന്നുന്നത്.
മുകേഷ് ചേട്ടൻ പറഞ്ഞ കാര്യം എന്താന്ന് വെച്ചാല് നീ ആർക്കും കൊടുക്കണ്ടേ, മെഴുകുതിരിയുടെ ഉരുക്കോ വാസ്കല്ലേ, വാസ്ക് വെച്ച് അടച്ചു വെച്ചോ, നീ ആർക്കും കൊടുക്കണ്ട. ഇവിടെ എന്നെ പോലെ ആത്മാർത്ഥതയുള്ള ഒരു കലാകാരന് മാനം മര്യാദയ്ക്ക് ജീവിക്കാൻ ഒക്കത്തില്ലെന്ന് ഇന്നെനിക്ക് മനസ്സിലായി. മാനം മര്യാദ കല ഇതൊക്കെ എനക്കെന്താണോ ബന്ധോ? ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറയാ, ഞാൻ അറിയാതെ അങ്ങോട്ടങ്ങ് നുഴഞ്ഞ അമ്മയിൽ കയറാന്ന് വിചാരിച്ചല്ലേ. ഞാൻ അറിയാതെ ഒരു സംഭവവും മലയാള സിനിമയിൽ നടക്കില്ല, അത് ആദ്യം നീ മനസ്സിലാക്കിക്കോ. അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? കലാരംഗത്തുള്ള ഒരു പെൺകുട്ടിയെ പവിത്രമായ കണ്ണുകൊണ്ടല്ലാതെ ഞാനിതിനായിട്ട് നോക്കിയിട്ടില്ല. ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെ നോക്കിയാൽ മതി, ഇല്ലെങ്കിൽ എന്റെ മൊന്തന്റെ ഷേപ്പ് മാറിപ്പോവാ. നമുക്ക് മുകേഷ്, ഇടവിള ബാബു, ജയസൂര്യ, മണിയമ്പള രാജു. ഇതിലും വലിയൊരു അടി അവർക്കിനി കിട്ടാനില്ല. ഇനിയിപ്പോ ഇവിടത്തെ കുട്ടികൾക്ക് സ്വസ്ഥമായി ജീവിക്കാമല്ലോ. ഇനിയും മുഖം മൂടികൾ കൂട്ടം കൂട്ടമായി വന്ന് ഇളയപ്പനെ മുഴുവനായി കുഴിച്ചു മൂടുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് സ്ഥലം വിടാം. ഇപ്പൊ മുഖം മൂടികളുടെ സീസണാ.